ആ കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അതിൻ്റെ മുതലും പലിശയും ചേർത്ത് ജനങ്ങൾ തിരിച്ചു തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ വലിയ ആപത്തിൽപ്പെട്ടുപോയ പ്രതീതിയാണ് അവർക്കുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ പോരാട്ടമാണ്. UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 തവണ നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചുപിടിക്കണം. അതിനവർ നിയോഗിച്ചിരിക്കുന്നത് കണ്ണൂരിൻ്റെ മുൻ മേയറായിട്ടുള്ള അഡ്വക്കേറ്റ് ടി.ഒ. മോഹനെയാണ്. അതിനിടെയാണ് കെ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങളിലെ ചില പ്രശ്നങ്ങളൊക്കെ വന്നത്. അതിനെയൊക്കെ മറികടന്ന് ഇപ്പോൾ ടി.ഒ. മോഹനൻ പ്രചരണ രംഗത്ത് വളരെ സജീവമാണ്. ടി.ഒ. മോഹനൻ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. വലിയ രീതിയിലാണ് ഇപ്പോൾ പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കതൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ നമ്മൾ ജനങ്ങളെ കൂടുതൽ കണ്ടുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ കണ്ണൂരിലെ അസംബ്ലി മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും നേരിട്ട് തന്നെ പരിചയമുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് ആളുകൾ പേരുചൊല്ലി വിളിക്കാൻ പറ്റുന്ന ആത്മബന്ധം കഴിഞ്ഞ 48 വർഷമായി ഈ കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ പരിധിക്കകത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനിടയിലാണ് മേയർ പദവി പോലുള്ള ഉത്തരവാദിത്തങ്ങൾ മുന്നിലെത്തിപ്പോയത്. അതൊക്കെ തന്നെയും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതൊക്കെ ഇപ്പോൾ സ്നേഹപൂർവ്വം ആളുകൾ അനുസ്മരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും അതൊരു പോസിറ്റീവ് എനർജി, കൂടുതൽ ആളുകൾ കാണുമ്പോൾ അവരുമായിട്ട് അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് എൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഉപകരിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ 2 തവണ UDFനെ സംബന്ധിച്ച് കൈവിട്ടുപോയൊരു മണ്ഡലമാണ്. കടന്നപ്പള്ളി എന്ന് പറയുമ്പോൾ ഭാഗ്യം അല്ലാതെ തുണച്ചൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നുണ്ട്. ഇത്തവണയും അവർ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ആ പ്രതീക്ഷയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഞങ്ങൾ പറയുന്നത് ആ കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അതിൻ്റെ മുതലും പലിശയും ചേർത്ത് ജനങ്ങൾ തിരിച്ചു തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ വലിയ ആപത്തിൽപ്പെട്ടുപോയ പ്രതീതിയാണ് അവർക്കുള്ളത്. എന്തോ ചെയ്യാൻ പാടില്ലാത്തത് കഴിഞ്ഞ 2 തവണ ചെയ്തു പോയി എന്നൊരു കുറ്റബോധം പല ആളും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മുതലും പലിശയും ചേർത്ത് റെക്കോർഡ് ഭൂരിപക്ഷം ഈ തവണ കണ്ണൂരിൽ ഞങ്ങൾക്ക് ഉണ്ടാവും. ഈ കണ്ണൂർ ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് എത്ര സീറ്റാണ് UDF പൊതുവെ പ്രതീക്ഷിക്കുന്നത്? നമ്മളൊരു 7-8 സീറ്റ് വരെ വരും. അത്ഭുതങ്ങളുണ്ടാകും. കാരണം നമുക്കൊക്കെ അറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമാണ് എന്ന് പറയാറുണ്ട്. അച്ചടക്കം കുറവാണെന്ന് പറയാറുണ്ട്. ചില അഭിപ്രായങ്ങൾ പരസ്യമായി പറയുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു ഇരുമ്പറ മറക്കുള്ളിൽ നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് CPM പാർട്ടിയെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണെന്നാണ് എല്ലാവരും വിശ്വാസം. ഇപ്പോൾ പക്ഷേ അതിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഏറ്റവും കെട്ടുറപ്പുള്ള ജില്ല എന്ന് അഹങ്കരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 10 വർഷമായിട്ടുള്ള, ഇതിനു മുൻപ് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ള, പാർട്ടി സെക്രട്ടറി മാത്രമല്ല DYFI ആയാലും SFI ആയാലും എന്ന് വേണ്ട എല്ലാ ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെയും അധികാരികൾ, ഉത്തരവാദപ്പെട്ട ആളുകൾ ഉള്ള ജില്ല. അപ്പോൾ അത്തരമൊരു ജില്ലയിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രാജിവെച്ച് പുറത്തു വന്നിട്ട് പറഞ്ഞു, ഇപ്പം നടക്കുന്നത് ഇത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അതിൽ നിന്ന് മാറ്റം ഉണ്ടായിരിക്കുന്നു. ഭർത്താവ് കഴിഞ്ഞാൽ ഭാര്യയ്ക്കാണ് സീറ്റ് കൊടുക്കുന്നത്. മുൻപ് കാലത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദനെക്കുറിച്ച് ചില കാര്യങ്ങൾ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴും കുടുംബങ്ങൾ തേരാപ്പാര നടക്കുന്നു, പക്ഷേ അവരെ സംരക്ഷിക്കുന്നില്ല. ഉള്ള ജോലികൾ തന്നെ പാർട്ടി പ്രശ്നം പറഞ്ഞ് രാജിവെപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അവിടെയാണ് പാർട്ടിയുടെ സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും ഉന്നത നേതാക്കന്മാരായാലും അവരും അവരുടെ കുടുംബവും എന്ന നിലയിലേക്ക് ആ പാർട്ടിയെ മാറ്റിയിരിക്കുന്നു. അതിൻ്റെ ശക്തമായ പ്രതിഷേധം വരുന്നു. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും രക്തസാക്ഷികളെന്ന് പറയുന്നത് നമുക്കറിയാം അവരൊക്കെ കൊടുക്കുന്ന സ്ഥാനം എന്താണെന്ന്. പക്ഷെ ആ രക്തസാക്ഷികൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്ന നേതാക്കന്മാർ ഇതാ നമുക്ക് വീണ് കിട്ടിയിരിക്കുന്നു, അത് അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. 1.5 കോടി പിരിച്ചിട്ട് ഒരു 30 ലക്ഷം രൂപ 40 ലക്ഷം രൂപ ആ കുടുംബത്തിൻ്റെ മുമ്പിലേക്ക് വെച്ചിട്ട് ബാക്കി പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളത് വിശദീകരിക്കാം. ആദ്യം പറഞ്ഞു പൊതുയോഗത്തിൽ പറഞ്ഞില്ല. പിന്നീട് പറഞ്ഞു അതല്ല നമ്മൾ ബഹുജനങ്ങളോട് പറയും. അതിൻ്റെ വ്യാഖ്യാനം ഇന്നും മനസ്സിലായിട്ടില്ല. അവിടെയും പറഞ്ഞിട്ടില്ല, ഒരു യോഗത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ അങ്ങനെ മുക്കിയിട്ടില്ല, കട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാൽ കണക്കെവിടെ, പണം എവിടെ എന്ന ചോദ്യത്തിന് സംസ്ഥാന സെക്രട്ടറി ഉത്തരം പറഞ്ഞില്ല, ജില്ലാ സെക്രട്ടറി ഉത്തരം പറഞ്ഞില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു പാർട്ടിയായിട്ട് CPM അധപ്പതിക്കുമ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്ന, ഒന്നും പ്രതീക്ഷിക്കാത്ത സാധാരണക്കാരായ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങളാണ്. അവിടെയാണ് സച്ചിദാനന്ദൻ പറഞ്ഞൊരു കാര്യം പറയുന്നത്, നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി നിലനിൽക്കണമെങ്കിൽ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം. എന്നാൽ പാർട്ടി നിൽക്കും, അധികാരമുണ്ടാവില്ല. തുടർഭരണം പാടില്ല. അപ്പോൾ തുടർഭരണം ഇല്ലാതിരിക്കുമ്പോൾ മാത്രമാണ്
പാർട്ടിയായിട്ട് നിലനിൽക്കുന്നത് എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞെങ്കിൽ അത് കേവലം ഒരു സച്ചിദാനന്ദൻ്റെ മാത്രം വാക്കല്ല, മറിച്ച് ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ യഥാർത്ഥ രോദനമാണ് സച്ചിദാനന്ദൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്നത്. ഈ കണ്ണൂരിനെ സംബന്ധിച്ച്, കണ്ണൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് LDF-കാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം, കെ സുധാകരൻ മോഹിച്ചൊരു സീറ്റാണ്. അദ്ദേഹം പൂർണ്ണമായ സമ്മതത്തോടു കൂടിയല്ല മാറിക്കൊടുത്തത്. അത്തരം വോട്ടുകൾ ടി ഒ മോഹനെതിരായി മാറുന്നുള്ളതാണ്. അത് അവരുടെ പ്രതീക്ഷയല്ലേ. അതായത് മെയ് 4 വരെ ആ പ്രതീക്ഷ വെച്ച് പുലർത്താം. ആ മെയ് 4 കാലത്ത് ഒരു 8 മണി വരെ റിസൾട്ട് വരുമ്പോൾ അവർക്കറിയാൻ പറ്റും കെ സുധാകരൻ എവിടെയാണ്. അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് സീറ്റ് അതൊക്കെ ചോദിച്ചത്, പക്ഷേ എവിടെയാണ് ഇത്തരം ഭിന്നാഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്? ആ ഭിന്നാഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിലോട്ടല്ല പുറത്തു വന്നത്, ചില മാധ്യമങ്ങളിലൂടെയാണ്. മാധ്യമങ്ങൾ അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. പാർട്ടി പ്രവർത്തകന്മാർ അതിലൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ ആ കൂട്ടത്തിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് ആവേശം കൊടുക്കുന്ന നേതാവാണ്. ആ ആവേശത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകന്മാർ നിൽക്കുന്നത്. അതുകൊണ്ട് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുന്ന ഏറ്റവും ഊർജ്ജസ്വലനായ പാർട്ടി നേതാവാണ് ശ്രീമാൻ കെ സുധാകരൻ. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കണ്ണൂരിൽ ജനങ്ങളുള്ളത്, നമ്മളൊക്കെ അതിൻ്റെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് അത്തരം ഇതൊന്നും കട്ടിൽ കണ്ടിട്ടൊന്നും ആരും പനിക്കേണ്ട എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായി. നമ്മുടെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വന്നു. അദ്ദേഹം കൂടെ ഉണ്ടാവും, ഞങ്ങൾക്ക് ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും. കൂടെ ഉണ്ടെന്നല്ല, കണ്ണൂർ മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ എല്ലാ മണ്ഡലത്തിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് സജീവമായിട്ടുണ്ടാകും. ഏറ്റവും അവസാനം ഒരു വ്യക്തിപരമായ ഒറ്റൊരു ചോദ്യം, മറ്റൊന്നുമല്ല. ഈ പ്രധാനമായിട്ടും ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, KSU രാഷ്ട്രീയം മുതൽ രംഗത്ത് വന്ന ആളാണ് ടിഒ. ഈ നിയമസഭാ സ്ഥാനാർത്ഥിത്വം ഒരല്പം വൈകിപ്പോയി എന്ന് തോന്നുന്നു. അത് ഓരോ ഘട്ടത്തിലും പല പേരുകൾ വരും, പല പരിഗണനകളുണ്ടാവും. ഞാൻ ഒരിക്കലും ഏറ്റവും കൂടുതൽ ഞാൻ കിട്ടുമെന്നും തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ സമയത്തും അത് വഴുതിപ്പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞങ്ങൾക്ക് മാനസികമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയെ വരെ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്ഥാനാർത്ഥിയുടെ വിജയം പാർട്ടി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി തുടരുക എന്നതാണ് യഥാർത്ഥ പാർട്ടിക്കാരൻ്റെ. അധികാര സ്ഥാനങ്ങളോ മറ്റ് സ്ഥാനങ്ങളോ അതൊക്കെ നമ്മൾ പാർട്ടി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് അത് ഉത്തരവാദിത്തമായിട്ട് നിർവഹിക്കുക, ഭംഗിക്കുള്ള സ്ഥാനമായിട്ട് കൊണ്ടു നടക്കാതെ അത് കൊണ്ടു നടക്കാവുന്നതാണ്. അത് ഉത്തരവാദിത്തമായിട്ട് അതിനെ എന്താണ് ഉത്തരവാദിത്തം അത് നിർവഹിക്കുക. അങ്ങനെയാണ് ഞാനൊക്കെ പഠിച്ച രാഷ്ട്രീയ പ്രവർത്തനം, അങ്ങനെയാണ് ഞാൻ പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 48 വർഷമായി എന്ന് പറയുമ്പോഴും യാതൊരു ഇപ്പോൾ ഈ സമയത്തും എനിക്കില്ലെങ്കിൽ ആരെയാണ് നിശ്ചയിക്കുന്നത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് എൻ്റെ നേരം. ഓൾ ദ ബെസ്റ്റ്. മെയ് 4 നല്ല രീതിയിൽ കാണാം. ഓക്കെ, താങ്ക് യു. ടി ഒ മോഹനാണ്. അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഇത്തവണ ചരിത്ര ഭൂരിപക്ഷമായിരിക്കും. കഴിഞ്ഞ 2 തോൽവിയുടെ കടം ഉൾപ്പെടെ വീട്ടിക്കൊണ്ടുള്ള റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും UDF-ൻ്റെ MLA ആയി താൻ വിജയിക്കുക എന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. TK റിഷാദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.